രാത്രി 12-ന് ശേഷം ക്യൂവിഷൻ ന്യൂസിൻ്റെ എറണാകുളം ബ്യൂറോയിൽ നിന്നു വനിതാ സേവ്യർ വീട്ടിലേക്കിറങ്ങി. പകൽ മുഴുവൻ നീണ്ടുനിന്ന മഴയ്ക്ക് ശക്തി കുറഞ്ഞിരുന്നു. ചുവന്ന പോളോ കാറിൻ്റെ മുൻ ഗ്ലാസിലൂടെ ഒഴുകിയ മഴത്തുള്ളികളെ പൈപ്പിൻ തുടരെ കഴുകി. ഇടയ്ക്കു മിന്നിയ കൊള്ളിയൻ അന്തരീക്ഷത്തെ ഞൊടിയിട പകലാക്കി. അടുത്ത കാലത്ത് ആരംഭിച്ച വളരെ വേഗം വളർന്ന ചാനലാണ് ക്യൂവിഷൻ ന്യൂസ്. 27-കാരിയായ വനിതാ സേവ്യർ ചാനലിൻ്റെ പ്രൊമോഷൻ ആൻഡ് അഡ്വർടൈസിംഗ് ടീം ഹെഡാണ്. ചാനൽ അവതാരകയ്ക്ക് ആവശ്യമായ കഴിവും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിലും വനിതയുടെ അഭിരുചികൾ കൂടുതലും ബിസിനസ്സിലാണ്. മാസാന്ത്യത്തിൽ പരസ്യമായും സ്പോൺസർഷിപ്പായും നല്ലൊരു തുക ചാനലിന് വേണ്ടി അവൾ കണ്ടെത്തിയെടുക്കുന്നുണ്ട്. ജോലിത്തിരക്കു മൂലം ചില ദിവസങ്ങളിൽ വനിതയുടെ ഊണും ഉറക്കവുമെല്ലാം ചാനൽ കെട്ടിടത്തിൽ തന്നെയാണ്. കുട്ടിക്കാലത്തെ അമ്മ നഷ്ടപ്പെട്ടതിനാൽ അച്ഛൻ സേവ്യറാണ് വനിതയുടെ ലോകം. കൊച്ചി നഗരത്തിലെ തിരക്കുള്ള സൈക്യാട്രിസ്റ്റും യോഗ ട്രെയിനറുമാണ് അദ്ദേഹം. നേരത്തെ എത്തുമെന്ന് സേവ്യറിന് വനിത വാക്കുകൊടുത്തിരുന്നതാണ്. ജോലി കഴിഞ്ഞപ്പോൾ സമയം രാത്രി 12 കഴിഞ്ഞിരുന്നു. സൗത്ത് കളമശ്ശേരി പ്രധാന ഹൈവേയിൽ നിന്നും ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡിലേക്ക് അവളുടെ കാർ കയറുന്ന നേരത്ത് പോലീസുകാർ കൈകാട്ടി. "എന്താണ് സാർ, വഴി നടക്കാൻ സമ്മതിക്കില്ലേ?" കാറിൻ്റെ വിൻഡോ ഗ്ലാസ് താഴ്ത്തി തൻ്റെ ഫോണിലെ പരിഹാൻ ആപ്പ് തുറന്നു കാണിച്ചുകൊണ്ട് അവൾ ചെറുചിരിയോടെ ചോദിച്ചു. "ഇനിയൊന്ന് ഊതിക്കേ," പോലീസുകാരൻ പറഞ്ഞു. വനിത ഊതി. "ഓക്കെ, പൊയ്ക്കോളൂ." മഴയൊക്കെ നനഞ്ഞ് ഡ്യൂട്ടി ചെയ്യുന്നതു കണ്ടിട്ട് സ്റ്റേഷൻ മന്ത്ലി ടാർഗറ്റ് തികഞ്ഞില്ലെന്ന് തോന്നുന്നല്ലോ. പോയേ പോയേ," പോലീസുകാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വനിത ചിരിയോടെ കാർ മുന്നോട്ടെടുത്തു. അല്പം കൂടി മുന്നോട്ട് പോയതും വനിതയ്ക്ക് സേവ്യറിൻ്റെ കോൾ വന്നു. കാറിലെ ബ്ലൂടൂത്തിലേക്ക് ഫോൺ കണക്ട് ചെയ്തുകൊണ്ട് അവൾ സംസാരിച്ചു. "ഡോക്ടർ സേവ്യർ പാലത്തിറക്കി, ഉറങ്ങാറായില്ലേ?" "ഓഹോ, ഇപ്പം അങ്ങനെയായോ? നീ വന്നിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ വെയിറ്റ് ചെയ്താ ഞാനിപ്പോൾ ആരായി?" "സോറി പപ്പ, ഉറങ്ങാൻ നേരത്ത് കുറച്ച് പണി വന്നു." "സാരമില്ല, ദേ ഈ കോൾ കട്ടാകുമ്പോഴേക്കും ഞാൻ പപ്പയുടെ മുന്നിലുണ്ടാവും." "ആഹാ, അപ്പോൾ വരുന്നുണ്ടല്ലേ. ഞാനോർത്തു ഇന്നും ഉറക്കം ഓഫീസിലായിരിക്കുമെന്ന്." "എന്നാ ചെയ്യാനാടോ, ടീം ഹെഡ് ആയിപ്പോയില്ലേ. ചാനലിൻ്റെ വരുമാനമെങ്ങാനും കുറഞ്ഞാൽ കാര്യങ്ങളെല്ലാം പ്രതിസന്ധിയിലാകും." "അല്ല, തനിക്ക് രാവിലെ യോഗ ക്ലാസ് ഇല്ലേ?" "ഉണ്ട്, നാളെ പുതിയ 2 അഡ്മിഷൻ കൂടിയുണ്ട്." "അത് കൊള്ളാമല്ലോ. എങ്കിൽ പിന്നെ നമുക്ക് സൈക്യാട്രി വിട്ടിട്ട് ഫുൾ ടൈം യോഗ തുടങ്ങിയാലോ?" "നിനക്കങ്ങനെ പലതും തോന്നും. വേഗം കുടുംബത്ത് വാ പെണ്ണേ." "ദേ ഒരു 10 മിനിറ്റ് കൂടി. ഞാൻ നമ്മുടെ ലീത ഇൻഡസ്ട്രീസ് കഴിഞ്ഞു. വീടെത്തും വരെ നമുക്ക് ഇന്നലത്തേതിൻ്റെ ബാക്കി അന്താക്ഷരി കളിച്ചാലോ പപ്പ?" "ഈ പാതിരായ്ക്കോ? എനിക്കൊന്നും കഴിയേല." "മടുപ്പ് പറഞ്ഞാൽ എങ്ങനാ, ഞാൻ തന്നെ തുടങ്ങാം. ആദ്യം ആ. അന്ത അറബിക് കടലോരം ഉൻ അഴകിയെ കണ്ടേനെ." "തമിഴോ? അത് ഫൗൾ. മലയാളം മാത്രമേ പറ്റുള്ളൂ." "ഓഹോ, എങ്കിൽ ഇന്നാ പിടിച്ചോ. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം." അപ്പോൾ വാ. വാ അല്ലേ? ഓക്കെ. "വടക്കത്തെ പെണ്ണാളെ, വൈക്കം കായലോളം തല്ലുന്ന വഴിയെ കൊയ്ത്തിനു വന്നവളെ." എന്തോന്ന്? ഇതൊക്കെ ഏത് പാട്ട്? "ശടാ, നീ ഇതൊന്നും കേട്ടിട്ടില്ലാത്തത് എൻ്റെ കുഴപ്പമാണോ? മര്യാദയ്ക്കുള്ള വല്ല പാട്ടും പാട് പപ്പ." "എന്നാൽ ഇന്നാ പിടിച്ചോ. വണ്ണാത്തി പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് നാ. നളദമയന്തി കഥയിലെ അരയന്നം പോലെ, കുണുങ്ങി കുണുങ്ങി പോകും പെണ്ണേ പൂമിഴിയാളെ, മലർമിഴിയാളെ." പാട്ടുപാടി സ്റ്റിയറിങ്ങിൽ താളം പിടിച്ച് തൊട്ടടുത്ത കമ്പനി ജംഗ്ഷനിൽ നിന്നും വനിത കാർ ഇടത്തേക്ക് വെട്ടിച്ചു. പെട്ടെന്ന് കാറിൻ്റെ മുന്നിൽ എന്തോ വന്നിടിച്ച ശബ്ദം കേട്ട് അവൾ വണ്ടി പൊടുന്നനെ ചവിട്ടി നിർത്തി. സഡൻ ബ്രേക്കിട്ട് നിർത്തിയ കാറിനുള്ളിലിരുന്ന അവൾ പരിഭ്രമത്തോടെ കിതച്ചു. "മോളെ, എന്തുപറ്റി?" ഹലോ പപ്പ, ഞാൻ എന്തിനെയോ ഇടിച്ചിട്ടു." അവൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. "എന്തിനെ ഇടിച്ചിട്ടെന്ന്? റോഡിൽ വേറെ ആളുകളുണ്ടോ?" "ഇല്ല പപ്പ." അവളുടെ ശബ്ദത്തിലെ വിറയൽ സേവ്യർ തിരിച്ചറിഞ്ഞു. "നീ ടെൻഷൻ അടിക്കല്ലേ. വല്ല നായയോ മറ്റോ കുറുകെ ചാടിയതാവും. പുറത്തിറങ്ങി നോക്കിക്കേ. പിന്നെ കോൾ കട്ടാക്കല്ലേ." "ഇല്ല പപ്പ." ഡോർ തിടുക്കപ്പെട്ടു തുറന്ന് വനിത കാറിൽ നിന്നും പുറത്തിറങ്ങി. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഇളം മഞ്ഞ വെളിച്ചത്തിൽ മഴ നൂലുപോലെ ഭൂമിയിലേക്ക് പെയ്തിറങ്ങി. അവൾ ആദ്യം നോക്കിയത് കാറിൻ്റെ അടിയിലേക്കായിരുന്നു.
അവിടെ ഒന്നും തന്നെ കാണാതായിരുന്നപ്പോൾ പിൻവശത്ത് പോയി നോക്കി. അവിടെയും ഒന്നും തന്നെ കണ്ടില്ല. വനിത ഒരു ദീർഘനിശ്വാസം മുതിർത്ത ശേഷം ഡ്രൈവിംഗ് സീറ്റിലേക്ക് തിരികെ കയറി. ഹലോ പപ്പ, പേടിക്കണ്ട, റോഡിൽ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, വല്ല നായയുമാകും. ഇതുങ്ങൾ ചെറിയ ഇടിക്കൊന്നും ചത്തുപോകില്ലെന്നേ. പേടിച്ചിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിട്ടുണ്ടാവും. ഈ നിസ്സാര കാര്യത്തിനാണോ നീ ഇക്കണ്ട പേടി മുഴുവൻ പേടിച്ചു കൂട്ടിയത്? വലിയ തൻ്റേടിയാണത്രേ. എന്തായാലും പോട്ടെ, സാരമില്ല. നീ വേഗം ഇങ്ങ് വന്നേ. സേവ്യറുടെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കെ വനിത റോഡിൽ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കണ്ട ഒരു ചെരുപ്പിലേക്ക് സൂക്ഷിച്ചു നോക്കി. പപ്പ, ഒരു മിനിറ്റേ. അവൾ ഡോർ തുറന്ന് കാറിൽ നിന്നിറങ്ങി. മഴയുടെ ശക്തി അല്പം കൂടി. വനിതയുടെ വെള്ള നിറമുള്ള കുർത്ത നനഞ്ഞു കുതിർന്നു. ആകാംക്ഷയോടെ അവൾ കാറിൻ്റെ മുന്നിൽ കിടന്ന ചെരുപ്പിനടുത്തേക്ക് നീങ്ങി. അപ്പോൾ വെട്ടിയ മിന്നലിൻ്റെ വെളിച്ചത്തിൽ അവൾ ആ കാഴ്ച കണ്ടു. റോഡരികിൽ വളർന്നു നിൽക്കുന്ന പുല്ലുകൾക്കിടയിൽ 2 വെളുത്ത കാൽപാദങ്ങൾ. വനിത ഞെട്ടലോടെ വാപൊത്തി. അവൾ പരിഭ്രമത്തോടെ ആ കാൽപാദങ്ങൾക്കരികിലേക്ക് ഓടിച്ചെന്നു. ഏകദേശം 25 വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഒരു ബോഡി ബിൽഡറെ പോലെ ഒത്ത ശരീരം. അവൾ കാറിലെത്തി ഫോണെടുത്തു. പപ്പ, ഒരാളെയാണ് ഞാൻ ഇടിച്ചത്. അയാൾ റോഡരികിൽ വീണ് കിടപ്പുണ്ട്. വനിത, നീ പാനിക്കാകല്ലേ. അയാൾക്ക് ബോധമുണ്ടോ? ഇല്ല പപ്പ. ഓക്കെ, ഞാൻ പറയുന്നത് പോലെ ചെയ്യ്. എങ്ങനെയെങ്കിലും അയാളെ കാറിനുള്ളിലേക്ക് കയറ്റി വീട്ടിലേക്ക് വാ. നമുക്ക് അയാളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം. ശരി പപ്പ. വനിത ഒരു വട്ടം ദീർഘശ്വാസം എടുത്തു. കാറിൻ്റെ പിൻവശത്തെ ഡോർ തുറന്ന ശേഷം അവൾ അയാൾക്കരികിലേക്ക് ഓടിച്ചെന്നു. കവളിൽ തട്ടി പലകുറി വിളിച്ചെങ്കിലും അവൻ ഉണർന്നില്ല. അവനെ കാറിലേക്ക് കയറ്റാൻ വനിതയ്ക്ക് നല്ലതുപോലെ കഷ്ടപ്പെടേണ്ടി വന്നു. ശ്രമപ്പെട്ട് അവൾ കാറിൻ്റെ പിൻസീറ്റിൽ അവനെ കിടത്തി. ആ സമയത്ത് റോഡിലൂടെ മറ്റൊരു വാഹനം കടന്നുപോയതും വനിത ഓടിച്ചെന്ന് റോഡിൽ കിടന്നിരുന്ന അവൻ്റെ ചെരുപ്പെടുത്ത് കാറിലേക്കിട്ടു. അവൾ അതിവേഗത്തിൽ കാർ മുന്നോട്ടെടുത്തു. വനിത വീടെത്തും മുൻപേ സേവ്യർ കുറച്ചു ദൂരം അവൾ വരുന്ന ദിശയിലേക്ക് ഓടിയെത്തിയിരുന്നു. കാർ സ്ലോ ചെയ്തതും സേവ്യർ പിൻവശത്തെ ഡോർ തുറന്ന് വേഗം അകത്തേക്ക് കയറി. പിൻസീറ്റിൽ കിടക്കുന്നയാളുടെ തല മടിയിലേക്ക് എടുത്തു വെച്ച് വിളിച്ചുണർത്താൻ ശ്രമിച്ചു. നീ ഇത് എന്ത് നോക്കിയിരിക്കുക? വേഗം ഹോസ്പിറ്റലിലേക്ക് വിട്. പിൻസീറ്റിലേക്ക് നോക്കിയിരുന്ന വനിതയെ അയാൾ ശകാരിച്ചു. അവൾ തിടുക്കത്തിൽ കാർ മുന്നോട്ടെടുത്തു. 15 മിനിറ്റുകൾക്കകം ആലുവ മെഡിഹോപ്പ് ആശുപത്രിയിൽ അവരെത്തി. ആര് ചോദിച്ചാലും ഞാൻ നിന്നെ ഓഫീസിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരുന്ന വഴിക്കാണ് അപകടം നടന്നതെന്നേ പറയാവൂ. കാർ ഓടിച്ചത് ഞാനാണ്, കേട്ടല്ലോ. യുവാവിനെ ഒബ്സർവേഷൻ റൂമിലേക്ക് കയറ്റുന്ന നേരത്ത് സേവ്യർ മകളോട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല പപ്പ. നമുക്ക് കള്ളമൊന്നും പറയണ്ട. അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതല്ലല്ലോ. റോഡിലൊക്കെ ക്യാമറയുള്ളതാ. അപകടത്തിൻ്റെ ഷോക്കിൽ നിന്നും അവൾ പുറത്തു വന്നിരുന്നു. അത് മനസ്സിലാക്കിയ സേവ്യർ ഒന്ന് തലകുലുക്കി. വനിതയുടെ സുഹൃത്താണ് മെഡിഹോപ്പ് ആശുപത്രിയുടെ ചെയർമാൻ മുഹമ്മദ് അൻസാരി. പരിക്ക് ഗുരുതരമാണെങ്കിൽ മാത്രം പോലീസെ റിപ്പോർട്ട് ചെയ്യാമെന്ന ഇളവ് അൻസാരി നൽകി. പപ്പ, ഞാൻ ആകെ അഴുക്കായി നിൽക്കുക. പെട്ടെന്ന് വീട്ടിൽ പോയേച്ചും വരാം. സീരിയസ് ഇഞ്ചുറി വലുതുമുണ്ടെങ്കിൽ ഹോസ്പിറ്റലുകാർ അപ്പോൾ തന്നെ പോലീസ് റിപ്പോർട്ട് ചെയ്യും. 1 മണിക്കൂറിന് ശേഷം വനിത ഹോസ്പിറ്റലിലേക്ക് മടങ്ങിയെത്തി. സ്കാനിങ്ങും മറ്റ് പരിശോധനകളും കഴിഞ്ഞ് യുവാവിനെ ഒബ്സർവേഷൻ റൂമിലേക്ക് എത്തിച്ചപ്പോൾ സമയം പുലർച്ചെ 4 മണിയായിരുന്നു. വനിതയും സേവ്യറും ചെല്ലുന്ന നേരത്ത് ഒബ്സർവേഷൻ റൂമിൽ ചെറുപ്പക്കാരനും ഡോക്ടറും മധ്യവയസ്കയായ നഴ്സുമാണ് ഉണ്ടായിരുന്നത്. യുവാവ് നല്ല ഉറക്കത്തിലാണ്. ഇദ്ദേഹത്തിന് എങ്ങനെയുണ്ട് ഡോക്ടർ? സേവ്യർ കിടക്കയിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. സ്കാനിങ്ങിന് കയറ്റുന്ന സമയത്ത് ഒന്ന് ബോധം തെളിഞ്ഞിരുന്നു. ആക്സിഡൻറ്റ് ഷോക്കാവാം. പേഷ്യൻ്റ് അവിടെ കിടന്ന് വല്ലാതെ ബഹളമുണ്ടാക്കി. സ്കാൻ ചെയ്യേണ്ടതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു സെഡേഷൻ കൊടുത്തു. അതിൻ്റെ മയക്കത്തിലാണ്. ബൈ ദി ബൈ, സ്കാനിങ് റിപ്പോർട്ടുകളിൽ കുഴപ്പമൊന്നുമില്ല. ആൾ മദ്യപിച്ചിട്ടില്ല. പിന്നെ വലതുകൈക്കും കാലിനും ചെറിയ ചതവും വീണ സമയത്ത് നെറ്റിഭാഗത്ത് ചെറുതായി തൊലിയും പോയിട്ടുണ്ട്. 2-3 ഡേയ്സ് റെസ്റ്റ് മതിയാവും. പേടിക്കാനും മാത്രം സീരിയസ് ഇഞ്ചുറി ഒന്നും തന്നെ ഇല്ല. താങ്ക് യു ഡോക്ടർ, ആശ്വസ്തോടെ വനിത പറഞ്ഞു. ആൾക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ വിളിച്ചുണർത്തി ആരാ എന്തെന്നൊക്കെ ചോദിക്കാമോ? സേവ്യർ കിടക്കയിലേക്ക് നോക്കി ചോദിച്ചു. യാ ഷുവർ. പേഷ്യൻ്റെ ഇടത്തെ കൈയിൽ സിദ്ധാർത്ഥ് എന്ന പേര് ടാറ്റു ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മിസ്റ്റർ അൻസാരിയുടെ കെയർ ഓഫ് ആയതുകൊണ്ട് മറ്റ് ഡേറ്റാസ് ഇല്ലാതെയാണ് കേസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ ഹോസ്പിറ്റലിന് കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമായുണ്ട്. പിന്നെ ആക്സിഡൻറ്റ് കേസായതുകൊണ്ട് ആളുടെ സെറ്റിൽമെൻറ്റ് കാര്യങ്ങൾ കൂടി സംസാരിക്കുന്നത് നന്നായിരിക്കും. അത്രയും പറഞ്ഞ് ഡോക്ടർ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു.
ഞാൻ ദേ ആ കടന്ന റൂമിലുണ്ടാകുമേ. ഡോക്ടർ പോയതും നേഴ്സ് ഒരു മുറിയിലേക്ക് കൈ ചൂണ്ടിക്കാട്ടി. ഉറങ്ങിക്കിടക്കുന്ന ചെറുപ്പക്കാരനെ നോക്കി വനിത ചോദിച്ചു, ഇയാൾ എവിടെയായിരിക്കും രാത്രി മഴയിൽ നനഞ്ഞു പോയിട്ടുണ്ടാവുക? അത് നമ്മുടെ കാര്യമല്ലല്ലോ മോളെ. എന്തായാലും ഞാൻ ഇയാളെ വിളിച്ചുണർത്തട്ടെ. സേവ്യർ കിടക്കയിലേക്ക് തിരിഞ്ഞു. സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ്. സേവ്യർ അവൻ്റെ കവിളിൽ തട്ടി വിളിച്ചു. ഏതാനും സെക്കൻഡുകൾക്കു ശേഷം കൺപോളകൾ ചെറുതായി ചലിപ്പിച്ച ശേഷം അവൻ കണ്ണുകൾ തുറന്നു. സേവ്യറെ കണ്ടതും കിടക്കയിൽ നിന്നും അവൻ പിടഞ്ഞെഴുന്നേറ്റു. കണ്ണുകൾ മിഴിച്ച് പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കി. അവൻ്റെ മുഖഭാവം കണ്ട് സേവ്യർ കിടക്കയിൽ നിന്നും പിന്മാറി. സിദ്ധാർത്ഥ്, റിയലി സോറി. ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടായിരുന്നു. ബട്ട് ഡോണ്ട് വറി. തനിക്ക് നിസ്സാര പരുക്കുകളേ ഉള്ളൂ. ഡോക്ടർ പറഞ്ഞത് 2-3 ഡേയ്സിൽ റിക്കവർ ആകുമെന്നാണ്. നമ്പർ തന്നാൽ വീട്ടുകാരെ വിവരമറിയിക്കാം, വനിത പറഞ്ഞു. അവളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അവൻ തൻ്റെ ശരീരം മുഴുവൻ കൈകൾ ഓടിച്ചു. നെറ്റിയിലെ തൊലി പോയ ഭാഗത്ത് വിരൽ കൊണ്ടപ്പോൾ വേദന നിറഞ്ഞൊരു ശബ്ദമുണ്ടാക്കി. അപ്പോഴും വനിത അപകടത്തെക്കുറിച്ച് അവനോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. മറുപടി പറയാതെ അവൻ വീണ്ടും വീണ്ടും ശരീരത്തിലെ പരുക്കുകൾ പരിശോധിച്ചു. കമ്പനി ജംഗ്ഷൻ്റെ അടുത്താണോ വീട്? അവൻ ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ വനിത അല്പം ശബ്ദമുയർത്തി ചോദിച്ചു. ആ ചോദ്യത്തിന് അല്ല എന്ന് അവൻ തലയാട്ടി. പിന്നെ എവിടാ വീട്? വീട്ടുകാരുടെ ഫോൺ നമ്പർ തന്നാൽ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം. സേവ്യറും അല്പം ശബ്ദമുയർത്തി പറഞ്ഞു. വേണ്ട എന്ന് അവൻ കൈകൊണ്ട് ആംഗ്യം കാട്ടി. എന്താ ഒന്നും മിണ്ടാത്തത്? സംസാരിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വനിത കിടക്കയിലേക്ക് അല്പം കൂടി അടുത്തു നിന്നുകൊണ്ട് ചോദിച്ചു. അതിന് മറുപടിയായി അവൻ തല കുലുക്കി. യു മീൻ ഓൾറെഡി ഇയാൾക്ക് സംസാരശേഷി ഇല്ലെന്നോ അതോ ഈ ആക്സിഡൻറ്റിൽ പറ്റിയതാണെന്നോ? അതിന് അവൻ മറുപടി പറഞ്ഞില്ല. എടോ, ആക്സിഡൻറ്റിൽ പറ്റിയതാണോ? വനിത ചോദ്യം ആവർത്തിച്ചു. മറുപടി പറയുന്നതിന് പകരം അവൻ ഷർട്ടിൻ്റെ ബട്ടൺ അഴിച്ച് നെഞ്ചിലാകെ പരിശോധിച്ചുകൊണ്ടിരുന്നു. വനിത സംശയത്തോടെ സേവ്യറെ നോക്കി. അയാൾ അവളെയും. ഞങ്ങളിപ്പോൾ വരാമേ, ഒറ്റ മിനിറ്റ്. സേവ്യർ വനിതയും കൂട്ടി ഒബ്സർവേഷൻ റൂമിൻ്റെ പുറത്തിറങ്ങി. വിജനമായ ആശുപത്രി വരാന്ത. അവൻ പരസ്പര ബന്ധമില്ലാതെയാണല്ലോ മോളെ പെരുമാറുന്നത്. അതെ, ആളുടെ കിളി പോയതുപോലെയുണ്ട്. ഇതിപ്പോൾ എന്താ ചെയ്യുക പപ്പ? ചിലപ്പോൾ ആൾ ആക്സിഡൻറ്റ് ഷോക്കിൽ തന്നെയാവും. ഒന്ന് റെസ്റ്റ് എടുത്താൽ ശരിയാകാൻ ചാൻസ് ഉണ്ട്. സേവ്യർ ശബ്ദം താഴ്ത്തി പറഞ്ഞു. പക്ഷെ അവൻ്റെ സംസാരശേഷി ആക്സിഡൻറ്റിൽ പോയതാണെങ്കിൽ നമുക്ക് പണിയാകുമല്ലോ. ഇനി പണം തട്ടാനുള്ള അവരുടെ ഡ്രാമ വല്ലതാകുമോ പപ്പ? ഡോക്ടർ പറഞ്ഞതല്ലേ അയാൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. ഏയ്, കണ്ടിട്ട് അങ്ങനെ ഒരാളായിട്ട് തോന്നുന്നില്ല. ഏതോ നല്ല വീട്ടിലെ പയ്യനെ പോലെയുണ്ട്. ഇവിടെ തെറ്റ് നമ്മുടെ ഭാഗത്തല്ലേ. പണം കൊടുക്കേണ്ടി വന്നാൽ നമ്മൾ തീർച്ചയായും കൊടുക്കണം. അതേ എന്ന അർത്ഥത്തിൽ അവൾ തലകുലുക്കി. സാരമില്ല. അവളുടെ കൈവെള്ളയിൽ ഒന്നമർത്തി സേവ്യർ വരാന്തയിൽ നിന്നും ഒബ്സർവേഷൻ റൂമിലേക്ക് നടന്നു. പിന്നാലെ വനിതയും. അവർ തിരികെ എത്തുമ്പോൾ ഒബ്സർവേഷൻ റൂമിലെ കിടക്ക യുവാവില്ലാതെ ഒഴിഞ്ഞു കിടന്നു.